ഇതാദ്യമായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നമ്മുടെ എസ് ജയശങ്കർ താലിബാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട്, അതായത് അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രിയുമായിട്ടൊരു ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തെ തകർക്കാനായിട്ടുള്ള പലരുടെയും ശ്രമങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തീവ്രവാദത്തെ, പഹൽഗാം ആക്രമണത്തെ പൂർണ്ണമായിട്ടും അപലപിച്ച താലിബാൻ ഭരണകൂടത്തിന്റെ ആ ഒരു നീക്കത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആക്ടിംഗ് അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ നടന്നതായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഈ ഒരു റീജിയണിലെ ഒരു വലിയ ഒരു നയതന്ത്ര നീക്കമായിട്ട്, അല്ലെങ്കിൽ നിലവിൽ ഫോളോ ചെയ്ത് വന്നിരുന്ന നമ്മുടെ പോളിസിയുടെ ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതോടെ ഇന്ത്യ ആ നീക്കത്തെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്തിരുന്നില്ല. എന്നാൽ ഈ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് നൽകി വന്നിരുന്ന മാനുഷിക സഹായങ്ങൾ ഇന്ത്യ തുടരുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും താലിബാൻ ഗവൺമെന്റിനെ പൂർണ്ണമായിട്ടും ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് താലിബാനുമായിട്ട് വളരെ തന്ത്രപരമായ ചില നീക്കങ്ങൾ ഇന്ത്യ നടത്തി വന്നിരുന്നു. അതിന്റെ കാരണം, ഒന്നാമത് താലിബാൻ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കുറെ കൂടെ വ്യക്തമായി ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് താലിബാൻ ഒരു ബന്ധം പുലർത്തുന്നില്ല. അത് ഒരുപക്ഷെ ഇന്ത്യയുടെ വിശ്വാസം നേടുന്നതിൽ താലിബാൻ ആ ഒരു കാര്യത്തിൽ വിജയിച്ചു എന്ന് പറയാം. മാത്രമല്ല, ഈ പാകിസ്ഥാനും താലിബാൻ ഗവൺമെന്റും തമ്മിൽ സമീപകാലത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു റീജിയണിൽ നമ്മുടേതായ താല്പര്യങ്ങളുണ്ട്. താലിബാനെ വളരെയധികം ചരിത്രപരമായി പരിശോധിച്ചാൽ പണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യമായിരുന്നു പാകിസ്ഥാനെങ്കിലും സമീപകാലത്തായിട്ട് ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. പ്രത്യേകിച്ച് തഹ്രീക്ക് ഐ താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന താലിബാന്റെ ഒരു സഹോദര സംഘടനയെ നിയന്ത്രിക്കാൻ താലിബാൻ തയ്യാറാവാത്തത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഡ്യൂറൻ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് താലിബാൻ ഭരണകൂടം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഡ്യൂറൻ ലൈൻ അംഗീകരിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ പറയുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ കൈവശമുള്ള വലിയ പ്രദേശങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ, അത് ബലൂജിലും ഖൈബർ പക്തൂൺഖ മേഖലയിലുമുള്ള പ്രദേശങ്ങൾ, അതിന്റെ യഥാർത്ഥ അവകാശികൾ അഫ്ഗാനിസ്ഥാനാണ് എന്നാണ് നിലവിലെ താലിബാൻ ഭരണകൂടം പറയുന്നത്. ഇത് പാകിസ്ഥാൻ അഫ്ഗാൻ റിലേഷൻ വഷളാവുന്നതിന് കാരണമായിട്ടുണ്ട്. ചരിത്രപരമായി പരിശോധിച്ചാലും താലിബാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കും പാകിസ്ഥാനോട് ഒരു താല്പര്യവുമില്ല. അവർക്ക് അതിനേക്കാൾ താല്പര്യം ഇന്ത്യക്കാരോടാണ് എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ താലിബാന്റെ ആ ഒരു പോളിസിയിൽ ഉണ്ടായ ഷിഫ്റ്റ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമാവുന്ന ഒന്നായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ നടക്കുന്ന സമയത്തും താലിബാനുമായിട്ട് ഇന്ത്യ ചില ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ താലിബാൻ പ്രഖ്യാപിച്ചതും പാകിസ്ഥാനെ ഒന്ന് ഞെട്ടിച്ചു. അതിനു പുറമെ നമുക്കറിയാവുന്ന പോലെ ചൈന അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ മുമ്പ് തന്നെ ഇന്ത്യ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ. ഇന്ത്യ തുടർന്നും അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളുടെ ഭാഗമാവുകയാണെങ്കിൽ, ചൈനയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ഒരു ശക്തമായ ഒരു കോമ്പറ്റേറ്റർ ഉണ്ടാവുന്നു. ചൈനയ്ക്കും അത് തീർച്ചയായിട്ടും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിരിക്കും. ഈ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ട് പൊതുവെ അഫ്ഗാനിസ്ഥാന് തീരെ താല്പര്യമില്ലാത്ത ഒന്നാണ്. അതിന്റെ കാരണം, ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലൂടെ വന്ന് ബലൂചിസ്ഥാനിലൂടെ കടന്നു പോകുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതിനെതിരാണ് ഈ താലിബാൻ തത്വത്തിൽ. മാത്രമല്ല, അതിനെതിരാണ് താലിബാന്റെ സഹായത്തോടെ ഈ ബലൂച്ച് റീജിയണിൽ പ്രവർത്തിക്കുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിയൊക്കെ. അത് നിർത്തിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം അത് പാകിസ്ഥാന്റെ മണ്ണല്ല എന്നാണ് അവരുടെ അവകാശവാദം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ആഴത്തിൽ കിടപ്പുണ്ട്. എന്നാൽ ചൈന പല ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളും അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നുണ്ട്. അതിനെ താലിബാൻ തടഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനും ഒരു പവർ ബാലൻസിംഗ് ആണ് ആഗ്രഹിക്കുന്നത്. ചൈനയുടെ സ്വാധീനം വല്ലാതെ അവരുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യയുടെ കൂടി ഒരു സൗഹൃദം ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. മാത്രമല്ല, ഇപ്പൊ തന്നെ ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചൊതുക്കിയത് അഫ്ഗാനിസ്ഥാൻ കാണുന്നുണ്ട്. ഇന്ത്യയുടെ സൈനിക ശേഷി അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദം തുടരണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കും താലിബാനുമായി സഹകരിക്കുന്നത് ഗുണമാണ്. നമ്മുടെ വ്യാപാര താല്പര്യങ്ങൾക്കും അത് നല്ലതായിരിക്കും. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഒരു പുതിയ ചങ്ങാത്തത്തിന്റെ തുടക്കമാകുമ്പോൾ അമേരിക്കയെ നെറ്റി ചുളിച്ച് തന്നെയാവും നോക്കിക്കാണുക. കാരണം താലിബാനോടുള്ള അമേരിക്കയുടെ കാഴ്ചപ്പാട് വളരെ ഡിഫറൻ്റ് ആണ്. എന്തായാലും ഇന്ത്യയുടെ ഒരു നയതന്ത്ര തലത്തിലുള്ള ഒരു വലിയ ഷിഫ്റ്റ് ആയിട്ട് ഇതിനെ കാണാം. ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്.